ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നല്ല ഓതൻറ്റിക് നെയ്യപ്പമാണ്. സാധാരണ എല്ലാവരും റെഡിയാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും യാതൊരു കൺഫ്യൂഷനും കൂടാതെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ നെയ്യപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നെയ്യപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് പുട്ടുപൊടിയുടെ പാകത്തിനാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്, വറക്കാത്ത പൊടിയാണിത്. അപ്പോൾ നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് ഇപ്പോൾ അരിപ്പയില്ലാത്തവരാണെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നെയ്യപ്പത്തിന് റെഡിയാക്കുമ്പോൾ എപ്പോഴും ചെറിയ തരിയോട് കൂടിയുള്ള പൊടിയായിരിക്കും നമ്മൾ എടുക്കേണ്ടതായിട്ട്. അതേപോലെ വറക്കാത്ത പൊടിയായിരിക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ക്യൂബ്സ് ശർക്കരയാണ്. ഞാനിതിൻ്റെ അകത്ത് ശർക്കര ചീകിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരില്ല. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. നമുക്കിത് ഫസ്റ്റ് ഒന്ന് ചീകിയെടുക്കാം. ശർക്കര ഇതേപോലെ ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 250 ml കപ്പിലാണ് കേട്ടോ 1 കപ്പ് അരി എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. നമ്മൾ തലേന്നൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ഈ ശർക്കര ഇതിലേക്ക് നല്ലപോലെ അങ്ങ് അലിഞ്ഞ് ചേരും. അതുമല്ല ശർക്കര ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് പുളിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ജീരകവും ഏലക്ക പൊടിച്ചത്, പിന്നെ അതേപോലെ കറുത്ത എള്ള്, പിന്നെ നമുക്ക് നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് ചേർക്കാം. നമ്മൾ തലേ ദിവസം ഇത്രയും മാത്രം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത്രയും ചെയ്തിട്ട് നമുക്കിത് മൂടി മാറ്റി വെച്ചേക്കാം. ഇനി രാവിലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഇന്നലെ ഞാനത് പുളിപ്പിക്കാൻ വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ശർക്കരയും അരിപ്പൊടിയും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇത് കണ്ടു ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ചെറിയ നനവുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറേശ്ശെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു എന്താ പറയുക ഒരു 1/4 കപ്പാണ് കേട്ടോ ചേർത്തത്. 1/4 കപ്പ് ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നല്ലപോലെ അങ്ങ് ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു നെയ്യപ്പത്തിനുള്ളതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഇപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചീകി എടുക്കുമ്പോൾ കട്ടയൊന്നും വരില്ല. അഥവാ കട്ടയുണ്ടെങ്കിൽ കട്ടയൊക്കെ ശരിക്കും ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബാറ്ററിലോട്ട് ഞാനിനി തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻസ് വരുന്ന നെയ്യും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ നെയ്യുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. സാധാരണ ശരിക്കും നെയ്യപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യിലാണ് വറുത്തെടുക്കേണ്ടത്. പക്ഷേ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ആരും നെയ്യിലൊന്നും അല്ല വറുത്തെടുക്കാറ്. ഒന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ നമുക്ക് വറുത്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 5-6 ഏലക്ക ഇതേപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജീരകം പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നുള്ളൂ ജീരകം. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂൺ കറുത്ത എള്ള്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പാണ്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ചേർക്കാനുള്ളൂ. നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ. ഞാൻ കൈ തന്നെ വെച്ചാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് നെയ്യപ്പം റെഡിയാക്കുന്നത് പച്ചരി കുതിർത്തിയിട്ട് പച്ചരി ശർക്കരപ്പാനിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ ഈ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 കിലോ പച്ചരിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 3/4 കിലോ ശർക്കര എടുത്താൽ മതിയോ. അപ്പോൾ നമ്മൾ ശർക്കര മേടിക്കുമ്പോഴാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ശർക്കര മേടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ അധികം കരടൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ശർക്കര ഇങ്ങനെ ചീകി ചേർത്താൽ മതിയാവും. അത് നമ്മൾ ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ നോർമലി അതിൻ്റെ അകത്തുനിന്ന് ശർക്കര ഇങ്ങനെ അലന്നിട്ട് പൊടി നല്ലപോലെ നനഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ രാവിലെ ഇതിലേക്കത്തേക്ക് കുറച്ച് ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാത്രമാണ് കേട്ടോ ചേർത്തോളൂ. അത് അത്രയും തേങ്ങാപ്പാൽ മാത്രം ആവശ്യം മതി. കാരണം ശർക്കരയിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി വെള്ളം ഊറി വരും. ആ വെള്ളം വെച്ച് തന്നെ പൊടി നല്ലപോലെ നനഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ പൊടി എടുക്കുമ്പോൾ എപ്പോഴും റോസ്റ്റ് ചെയ്യാത്ത പൊടി എടുക്കണം. അപ്പോൾ പച്ചരി ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം കഴുകി വാരി വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കുക. വെള്ളം വാർന്ന ശേഷം നമുക്ക് ഈസി ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ചെറിയ തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും റോസ്റ്റ് ചെയ്യാത്ത പൊടി എടുക്കണം. എങ്കിൽ മാത്രമാണ് നെയ്യപ്പം നല്ല രീതിയിൽ കിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഒരു ദിവസം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണമെന്ന് മാത്രം.
ഇപ്പം നമ്മൾ കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഇങ്ങനെ പൊളച്ച് വരും. അത് കഴിഞ്ഞ് നമ്മളിത് വേവിക്കാൻ നേരത്തെ എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അകം ശരിക്കും വേവില്ല. അപ്പം ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ ഒരിക്കലും വെള്ളം കൂടിപ്പോകൊന്നുമില്ല കേട്ടോ. വളരെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അദ്ദേഹം ബാക്ക് സൈഡ് ആണെങ്കിൽ ഇപ്പം നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ. കാരണം നമ്മൾ ശർക്കര ഇതിനകത്ത് ചീകിയാണ് ചേർക്കുന്നത്. അതുമല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് പാനി റെഡിയാക്കേണ്ടതായിട്ട് വരുന്നേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.